പോകുന്നു. ഷോൺ, താങ്കൾ ഇന്ന് പറയുന്നുണ്ടായിരുന്നു വീണ വീണ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഈ കേസിലെ പ്രതി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന്. എന്തടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്? മാത്യു കുഴൽനാടൻ MLA ഇത് അഴിമതി ആരോപിച്ച് സുപ്രീം കോടതി വരെ പോയതാണ്. രാഷ്ട്രീയം കളിക്കാനാണെങ്കിൽ അത് ജനത്തിനിടയിൽ പോയി ചെയ്യണമെന്നും കോടതിയെ മെനക്കെടുത്ത് എന്നതടക്കം മാത്യുവിന് കനത്ത പ്രഹരമേറ്റ ഒരു ഏരിയയാണത്. എന്നിട്ടും ആരോപണം ആവർത്തിക്കാമോ ശ്രീ ഷോൺ? അല്ല, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശ്രീ മാത്യു കുഴൽനാടൻ കൊടുത്ത കേസും ഞാൻ കൊടുത്ത കേസും രണ്ടും രണ്ടാണ്. മാത്യു കുഴൽനാടൻ കൊടുത്ത കേസ് അവിടെ ഒരു ലാൻഡിൻ്റെ, അവിടെ CMRL കമ്പനി വാങ്ങിയിട്ടുള്ള ലാൻഡ് സീലിങ്ങിൻ്റെ പരിധി ലംഘിച്ചുകൊണ്ട് അതിന് തിരികെ അത് പോക്കൂറോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിന് CMRL കമ്പനിക്ക് ഒത്താശ ചെയ്തു കൊടുത്തു. അതിൻ്റെ പുറകിൽ അഴിമതി ഉണ്ടെന്നാണ് അദ്ദേഹം അന്ന് ആരോപിച്ചത്. അതിന് പ്രത്യേകിച്ച് രേഖകൾ ഹാജരാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആ കേസ് ഫയൽ ചെയ്യുമ്പോൾ തന്നെ ഞാനത് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് വിജിലൻസ് എൻക്വയറി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിണറായി വിജയനെ വിജിലൻസിൻ്റെ DGP വിജിലൻസ് ഡയറക്ടർ രാവിലെ സല്യൂട്ട് ചെയ്തിട്ട് അവർ ജോലി തുടങ്ങുന്നു. വിജിലൻസിൻ്റെ മുൻ മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്കെതിരെ വിജിലൻസ് എൻക്വയറിക്ക് പോയത് തന്നെ തെറ്റ്. മാത്രമല്ല, ആ വിജിലൻസ് എൻക്വയറിക്ക് വേണ്ടി കോടതിയെ സമീപിച്ചപ്പോൾ മുഖ്യമന്ത്രി ഇൻവോൾവ്മെൻറ്റ് പ്രൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു രേഖകളും ഹാജരാക്കാൻ കഴിയാത്ത രണ്ടാമത്തെ തെറ്റ്. അത് വീണ്ടും വീണ്ടും പിണറായി വിജയനെ ന്യായീകരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. സഖാക്കൾക്ക് കേരളം മുഴുവൻ കോടതി എടുത്ത് വലിച്ചെറിഞ്ഞതല്ലേ? ഏതാ വലിച്ചെറിഞ്ഞ്? ആ വലിച്ചെറിഞ്ഞ കേസും ഇതുമായി യാതൊരു ബന്ധമില്ല, കുലബന്ധമില്ല എന്നാദ്യം മനസ്സിലാക്കുക. ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, ഒന്നരല്ല 4 ഏജൻസികൾ, ഇന്ത്യൻ സെറ്റിൽമെൻറ്റ് ബോർഡ്, ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്, SFIO, ഇപ്പോൾ ED, ഈ 4 ഏജൻസികളുടെ മുമ്പിലും ഒരാൾ പോലും, ഞാൻ പറഞ്ഞത് വീണയുടെ കമ്പനി ഉദ്യോഗസ്ഥരോ CMRL ഉദ്യോഗസ്ഥനോ ഫിനാൻസ് ഓഫീസേഴ്സോ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുൾപ്പെടെ ഒരാൾ പോലും വീണയുടെ കമ്പനിയോ ഏതെങ്കിലും തരത്തിൽ CMRL കമ്പനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള സേവനം കൊടുത്തിട്ടുള്ളതായിട്ട് ഒരു മൊഴി പോലും ഇല്ല. മാത്രമല്ല, കൊടുത്തിട്ടില്ല എന്നുള്ള എല്ലാ മൊഴികളും ഉണ്ട് താൻ. അപ്പോൾ എല്ലാ കാലത്തും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ CMRL കമ്പനിയുടെ MD ശ്രീ കർത്തയെക്കുറിച്ച് പണ്ട് പോലെ അദ്ദേഹത്തിനൊരു പേരുണ്ട്. എന്താണെന്നറിയോ? കരിമണൽ കർത്ത. നമ്മളെല്ലാം അറിയപ്പെടുന്നത് അങ്ങനെയാണ്. ഞാൻ കാലങ്ങളായിട്ട് കേട്ടിട്ടുണ്ട്. കരിമണൽ കർത്ത എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. എന്താണ്? കരിമണലാണ് അദ്ദേഹം എടുത്ത ബിസിനസ്. ആ കരിമണൽ 2019 വരെ പൊതുമേഖല അല്ലാതെ കരിമണൽ ഖനനം നടക്കുമായിരുന്നു. അതിനുശേഷം ഈ കരിമണൽ ലഭ്യം ആക്കാൻ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ആ കമ്പനിക്ക്, റോ മെറ്റീരിയൽസ് സ്വീകരിക്കാൻ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായി. അതിന് ഏറ്റവും എളുപ്പത്തിൽ ചെയ്തതെന്നാണെന്നറിയോ? 2018 പ്രളയത്തെ മറയാക്കിക്കൊണ്ട് തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുമ്പിലുള്ള പൊഴി തുറക്കുവാനായിട്ട് ഓർഡർ കൊടുത്തു. ആ ഓർഡർ കൊടുത്ത് മാസങ്ങൾ ആയിരക്കണക്കിന് ടൺ മണലാണ് അതിൻ്റെ പേരിൽ അവിടെ നിന്ന് നീക്കം ചെയ്തത്. ആ മണൽ എവിടെ പോയെന്ന് പോലും ആർക്കും അറിയില്ല. അത് നീക്കം ചെയ്യാൻ മാത്രം ഓർഡറുള്ളൂ. അതായത് 14,000 ശിഷ്ടം രൂപ ടണ്ണിന് വിലയുള്ള സിന്തറ്റിക് റുട്ടൈൽ, അത് അവിടെ നിന്ന് മണലെടുത്ത് കൊണ്ടുപോയപ്പോൾ അതിൻ്റെ വില 436 രൂപ സംസ്ഥാന ഇറിഗേഷൻ വകുപ്പ് ചെയ്തു കൊടുത്താണ്. പക്ഷേ ഈ ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നതിനല്ലാതെ വീണ ടി എന്ന് പറയുന്ന ബാംഗ്ലൂർ സോഫ്റ്റ്വെയർ നടത്തിയ ഒരു പെൺകുട്ടിക്ക് 2,86,00,000 രൂപ കണക്കിൽ അക്കൗണ്ടിൽ എന്തിനു കൊടുക്കണം? അല്ലാതെ നമ്മുടെ സംശയമാണ്. താങ്കളുടെ സംശയമാണ്, അസംഷനാണ് ശ്രീ ഷോൺ. താങ്കൾ പറയുന്നത് താങ്കളുടെ കേസും മാത്യുവിന്റെ കേസും തമ്മിൽ പുലബന്ധം പോലും ഇല്ല എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇത് വിശാലമായ അതിന്റെ ഏരിയ എന്താണ്? അഴിമതി നടന്നു ഒന്ന് ക്വിപ്രോക്കോ, ഈ പറഞ്ഞ പണം കൊടുത്തതിന് ഈ താങ്കൾ പറഞ്ഞ കരിമണൽ കർത്തയ്ക്ക് അനുകൂലമായി എന്തോ ഒരു സാധനം ചെയ്തു കൊടുത്തു എന്നുള്ളതാണല്ലോ അങ്ങ് പറഞ്ഞു വരുന്നതിന്റെ വഴി. മാത്യു ആരോപിച്ച എക്സാക്ട് ആരോപണമാണ്. അത് വിജിലൻസി മാത്രമല്ല, സുപ്രീം കോടതി പോയി. ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. അല്ല, CMRLന്റെ സ്വകാര്യ ധനമിടപാട് സ്ഥാപനമായ ആ സ്ഥാപനത്തിൽ നിന്നും, ഒരു NBFC കമ്പനിയിൽ നിന്നും, അവിടെ നിന്നും 56 ലക്ഷം രൂപ വീണയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണ് കൊടുത്തത്? പിണറായി വിജയനിലേക്ക് അല്ലാതെ ഈ പണം പോകുന്നത് ഇങ്ങോട്ടാണ്. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ, CMRL എന്ന് പറഞ്ഞ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ആ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ 13.14 ഷെയർ ഹോൾഡ് ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ KSIDC ആണ്. അത്തരം ഒരു സ്ഥാപനവുമായി ഏതെങ്കിലും തരത്തിൽ ഇടപാട് നടത്താൻ ഒരു മന്ത്രിയുടെ മകൾക്ക് അവകാശമില്ല. അത് നിയമപരമായി തന്നെ തെറ്റാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് പാർട്ടിയോ മന്ത്രിസഭയോ അറിഞ്ഞിട്ടില്ല. അത് മറ്റൊരു തെറ്റാണ്. അതുകൊണ്ട് തന്നെ എന്തിനു വേണ്ടി ഈ പണം ചെന്നു എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി SFIOയുടെ അന്വേഷണ റിപ്പോർട്ട് വായിച്ചിട്ട് മനസ്സിലായിട്ടുള്ളത്, വീണയ്ക്ക് 2019, 20, 21 കാലഘട്ടത്തിലെ വീണ കൊടുത്തിട്ടുള്ള ഫയൽ ചെയ്തിട്ടുള്ള ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റിൽ വീണയ്ക്ക് CMRL കമ്പനിയിൽ നിന്നല്ലാതെ മറ്റെവിടെ നിന്നും വരുമാനം ഉണ്ടായിട്ടില്ല.
ഇൻകം ടാക്സിൻ്റെ റെയ്ഡിന് ശേഷവും വീണ 10 ലക്ഷം രൂപ അവിടെ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. എന്തിൻ്റെ പേരിലാണ്? അപ്പോൾ ഇതിനൊന്നും പിണറായി വിജയന് പങ്കില്ല എന്ന് പറഞ്ഞാൽ, ഇത് പിണറായി വിജയന് വേണ്ടി അല്ല CMRL കമ്പനി കൊടുത്തതെന്ന് പറഞ്ഞാൽ അതിന് എനിക്ക് മറുപടി പറയാനില്ല. അല്ലല്ല, അത് സ്വാഭാവിക സംശയമാണ്. എന്തിനാണ് ചെയ്യാത്ത സേവനത്തിന് പൈസ കൊടുക്കുന്നത് ഇതിനല്ലാതെ എന്ന് സംശയത്തിനപ്പുറം ശ്രീ ഷോൺ ഈ പറയുന്ന മാത്യു കുഴൽനാടൻ മുട്ടിന് വാർത്താ സമ്മേളനം വിളിച്ച് ദാരേഖ എന്ന് പറഞ്ഞിട്ട് വിജിലൻസിന് കോടതി കൊണ്ട് കൊടുത്തു. അവിടും തള്ളി, ഹൈക്കോടതി പോയി, അവിടും തള്ളി, സുപ്രീം കോടതി വരെ പോയി. ഈ രേഖ വെച്ചോണ്ട് എന്താണ് രേഖ? ഈ താങ്കൾ ഈ പറയുന്ന ആരോപണത്തിന്റെ എക്സ്റ്റൻഷനാണ് ആ രേഖ. താങ്കൾ ഈ പറയുന്ന ആരോപണങ്ങൾ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഈ പണം വാങ്ങിക്കൊണ്ട് CMRL വേണ്ടി അനധികൃതമായി എന്തൊക്കെ ഒത്താശ ചെയ്ത് കൊടുത്തു പിണറായി. സുപ്രീം കോടതി ഒരു തൂട്ടിക്കളഞ്ഞു ആ രേഖ. പിന്നെ നമ്മുടെ താങ്കൾ എല്ലാവരുടെയും സംശയം അവിടെ നിൽക്കട്ടെ, പക്ഷേ കോടതിയിൽ തെളിയിക്കണമെങ്കിൽ രേഖ വേണം. അത് കോടതിയിൽ തെളിയിക്കാനുള്ള എല്ലാ രേഖകളും SFIയുടെ അന്വേഷണ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. സെക്ഷൻ 447 അനുസരിച്ചുള്ള കമ്പനീസ് ആക്ട് പ്രകാരമുള്ള ഫ്രോഡ് വീണയുടെ കമ്പനി ചെയ്തിട്ടുണ്ട്. അവിടെ PMLA ആക്ട് പ്രകാരം മണി ലോണ്ടറിങ് ഉണ്ടായിട്ടുണ്ട്. ഈ മണി ലോണ്ടറിങ് എന്തിനുണ്ടായി? അത് ഇനിയും ഞാൻ പറയട്ടെ, ഇപ്പം ഈ വിഷയത്തിൽ പ്രതി ആരാണ്? വീണ മാത്രമാണ്. അത് പിണറായി വിജയനിലേക്ക് എത്തണമെങ്കിൽ ഞാൻ തന്നെ കേരള ഹൈക്കോടതിയിൽ CBI എൻക്വയറി ആവശ്യപ്പെട്ടുള്ളതിൻ്റെ റിട്ട് അവിടെ പരിഗണനയിലാണ്. ഈ വിഷയത്തിൽ പിണറായി വിജയൻ മാത്രമല്ലല്ലോ, PV, IK, RC അങ്ങനെ കുറേ പേരുകളുണ്ട്. അതെല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുണ്ടാകാം. അപ്പോൾ അത്തരം ആളുകളിലേക്കും അത്തരം ആളുകൾ വഴി കേരളത്തിൻ്റെ തീരദേശം കൊള്ള ചെയ്യാൻ ആരൊക്കെ പണം വാങ്ങിയിട്ടുണ്ട് അത് ഇനി അന്വേഷിക്കേണ്ടതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു പിണറായി വിജയനിലേക്കാണ് ഇത് പോകേണ്ടത്, പിണറായിയാണ് ഇതിൻ്റെ പുറകിൽ എന്ന് ഞാൻ പറഞ്ഞതാണ്. എനിക്കതിനകത്ത് ഞാൻ ഒരു അക്ഷരം അത് ഒരു തരത്തിൽ ഞാൻ പിൻവാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ CBI എൻക്വയറി എന്തിനു വേണ്ടി ഈ പണം വാങ്ങിയെന്നൊരു ചോദ്യം നമ്മളെല്ലാം കുറേ ദിവസമായിട്ട് സേവനം ചെയ്യാതെ പണം വാങ്ങിയെന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ഈ സേവനം പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു അഴിമതി, ഒരു വ്യക്തി മറ്റൊരാൾക്ക് പണം നൽകുന്നു, ആ പണം നൽകുന്നത് ചുമ്മാ നൽകില്ല, അതിനൊരു പ്രതിഫലം ഉണ്ടാവും, അതിനൊരു ഒത്താശ ഉണ്ടാവും. ആ ഒത്താശ എന്തു ചെയ്തു എന്നുള്ളത് പൊതുസമൂഹം ഇനിയും അറിയേണ്ട വിഷയമാണ്. ആ വിഷയത്തിൽ ഇനിയും അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്, അതിനാണ് ഞാൻ പറഞ്ഞത് CBI എൻക്വയറി വേണം. കാരണം അഴിമതി അന്വേഷിക്കുന്ന CBI ആണ്. ഇപ്പം നടന്നിട്ടുള്ള മണി ലോണ്ടറിങ്ങും അതുപോലെ തന്നെ കമ്പനീസ് ആക്ട് പ്രകാരം സെക്ഷൻ 447 അനുസരിച്ചുള്ള കുറ്റമാണ്. ആ കുറ്റങ്ങൾക്കപ്പുറത്ത് ഈ മണി ലോണ്ടറിങ്ങിൻ്റെ അന്വേഷണം നടക്കുമ്പോൾ മാത്രമേ ഈ വിഷയം പിണറായി വിജയനിലേക്ക് എത്തൂ. ഒരു സംശയമില്ല, ഞാനത് പറഞ്ഞു അംഗീകരിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷം പിണറായി വിജയൻ പ്രതിയല്ല, പക്ഷേ പിണറായി വിജയൻ പ്രതിയാകണം. കാരണം ഈ പണം പിണറായി വിജയൻ്റെ മകൾ കൈപ്പറ്റിയത് കൈക്കൂലിയായിട്ടാണ്. അതിന് അവർ ചെയ്തു കൊടുക്കുന്ന ഒത്താശ കേരള തീരത്തെ കരിമണൽ കൊള്ള ചെയ്യാൻ CMRL കമ്പനിക്ക് നിന്നു കൊടുത്തു എന്നുള്ളതാണ്. ഇത് എൻ്റെ ബോധ്യമാണ്. അതിനുള്ള തെളിവുകളും എന്നാൽ കഴിയുന്ന ഞാൻ കളക്ട് ചെയ്ത് ഹാജരാക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.